ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീയ ആത്മീയതയുടെ 177ാമത്തെ സെഷനാണല്ലോ ഇത്. 6ാം സദനത്തെക്കുറിച്ചുള്ള 17ാമത്തെ വിചിന്തനവും ഹല്ലേലൂയ ഹല്ലേലൂയ. 6ാം സദനത്തെക്കുറിച്ചുള്ള 4ാമത്തെ അധ്യായത്തിൻ്റെ 4ാമത്തെ ഖണ്ഡികയിലേക്കാണല്ലോ നമ്മളിത് കടന്നു വരുന്നത്. ഈ അധ്യായത്തിൽ അമത്രേസ്യ ആനന്ദ പാരവശ്യം അഥവാ ഹർഷോന്മാദം അഥവാ മൂർച്ഛ അങ്ങനത്തെയുള്ളൊരു അനുഭവത്തെക്കുറിച്ചാണ് പങ്കുവെക്കുന്നത്. വളരെ ഫോക്കസ്ഡായിട്ട് അമത്രേസ്യ പങ്കുവെക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ പല വിശദാംശങ്ങൾ നമുക്ക് ഊഹിക്കാനേ പറ്റുന്നുള്ളൂ. പിന്നെ അമത്രേസ്യ വളരെ ഫോക്കസ്ഡായിട്ട് കൃത്യം അതേപ്പറ്റി തന്നെ യഥാർത്ഥത്തിൽ പറയുന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ തന്നെ തിരിയുന്നുണ്ട്. നമുക്ക് ബാക്കി ശ്രദ്ധിക്കാം. ഈ ഒരു ഹർഷോന്മാദത്തിൻ്റെ ഒരു തീപ്പൊരിൽ കത്തുന്ന അനുഭവം ഒരു ആത്മാവിന് കിട്ടിക്കഴിയുമ്പോൾ അമത്രേസ്യ പറഞ്ഞല്ലോ 3ാമത്തെ ഖണ്ഡികയിൽ ആ ആത്മാവിൽ പിന്നെ പാപങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മളൊരു ഉദാഹരണം പറയുകയുണ്ടായി, ആളി കത്തുന്ന വിറകിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. വെള്ളമുള്ള വിറക്, ഈർപ്പമുള്ള നനഞ്ഞ വിറക് അങ്ങനെ ആൾ കത്തിയല്ല, അതിന് പുകഞ്ഞ് കിടക്കും. അപ്പോൾ പുകച്ചിലെല്ലാം മാറി ആളി ഉശിരോടെ ശീർക്കാരത്തോടെ കത്തുന്ന ചിരട്ടയൊക്കെ, അപ്പോൾ അതിനകത്ത് പിന്നെ വെള്ളം നനവില്ലെന്നുള്ള ഉറപ്പാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ആനന്ദ പാരവശ്യം, ഹർഷോന്മാദം, മൂർച്ഛ ഇതിലൊക്കെ ആ സ്നേഹത്തിൻ്റെ അഗ്നി കത്തുന്നതാണ്. അപ്പോൾ അവിടെ പിന്നെ പാപമില്ല. നല്ല ഖണ്ഡിക. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ആത്മാവ് മുമ്പെങ്ങും ദൈവകാര്യങ്ങളിൽ ഇത്രമാത്രം താല്പര്യം പ്രദർശിപ്പിക്കുകയോ അവിടുത്തെ മഹിമയെക്കുറിച്ച് ഇത്രയധികം ബോധവും അവഗാഹവും സമ്പാദിക്കുകയോ ഉണ്ടായിട്ടില്ലെന്നത്രേ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് വലിയ അവബോധവും അവഗാഹവും ആത്മാവ് സമ്പാദിക്കും ഇതുവരെ ഉണ്ടാകാത്തത്ര അളവിൽ എന്ന് പറയുകയാണ്. പക്ഷേ ഈ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആത്മാവിന് സ്വയാവബോധം ഇല്ല. അങ്ങനെ അനുഭവത്തിൽ ആ സ്വയം വിസ്മരിച്ചു പോവുകയാണെന്ന് അമത്രേസ്യ പറഞ്ഞു. അപ്പോൾ വിസ്മരിച്ചു പോവുക എന്ന് പറയുന്ന അനുഭവവും ഈ അവബോധം ഉണ്ടാകും ദൈവത്തെക്കുറിച്ച് പറയുന്ന യാഥാർത്ഥ്യവും തമ്മിലൊന്ന് കൂട്ടിപ്പൊട്ടിക്കാൻ അമത്രേസ്യ വിഷമിക്കുന്നുണ്ട് ഇവിടെ. ഇത് അസാധ്യമെന്ന് തോന്നിയേക്കാം. ഈ ബോധവും അവഗാഹവും എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? എന്തുകൊണ്ടെന്നാൽ അസാധ്യമെന്ന് തോന്നിയേക്കാം. എന്തുകൊണ്ടെന്നാൽ അന്തഃശക്തികൾ മൃതപ്രായമെന്ന് പറയപ്പെടാവുന്ന വിധം അത്രയേറെ ലയിച്ചു പോവുകയും ഇന്ദ്രിയങ്ങളും അപ്രകാരം തന്നെ ആയിത്തീരുകയും ചെയ്യുകയാണെങ്കിൽ ആത്മാവ് ആ രഹസ്യം ഗ്രഹിക്കുന്നുവെന്ന് എങ്ങനെ സമർത്ഥിക്കാം? അപ്പം ദൈവത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നന്നായിട്ട് ഗ്രഹിക്കും എന്നൊരു വശത്ത് പറയുന്നു. അതേസമയം നമുക്ക് ഗ്രഹിക്കാൻ സഹായിക്കുന്ന അന്തഃശക്തികളും ഇന്ദ്രിയങ്ങളും എല്ലാം ഓഫായിരിക്കുകയാണെന്നും പറയുന്നു. അപ്പോൾ എങ്ങനെ ഗ്രഹിക്കും ഇത്? അതേപ്പറ്റി അമത്രേസ്യ പറയുകയാണ്, എനിക്ക് അറിവില്ല. സൃഷ്ടാവായ ദൈവത്തിനല്ലാതെ ഏതെങ്കിലും സൃഷ്ടിക്ക് അതറിയാമെന്ന് തോന്നുന്നില്ല. ഈ ഘട്ടത്തിലെ മറ്റനേക സംഭവങ്ങളുടെ വിവരണവും എൻ്റെ കഴിവിന് അതീതമാണ്. എങ്ങനെ അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. ഈ ഘട്ടമെന്ന് ഞാൻ പറഞ്ഞത് ഈ 2 സദനങ്ങളെ ഉദ്ദേശിച്ചാണ്. എന്നുവെച്ചാൽ 6ഉം 7ഉം രണ്ടിനെ ഒരുമിച്ചിടമത്തെ സൂചിപ്പിക്കുകയാണ്. ഇതും അവസാനത്തേതും കൂടി ഒന്നായി കരുതുവാൻ വിഷമമൊന്നുമില്ല. അപ്പം 6ൻ്റെ തന്നെ അനുഭവത്തിൻ്റെ ഒരു തുടർച്ചയാണ് 7. പക്ഷേ അമ്മസ് പറയാണ്, ഇതും അവസാനത്തതും കൂടെ ഒന്നായി കരുതാൻ വിഷമമൊന്നുമില്ല. അവ രണ്ടിനും മധ്യേ അടച്ചുപൂട്ടിയ വാതിലൊന്നുമില്ല. അവസാനത്തേതിലെത്താത്തവർക്ക് വെളിപ്പെടാത്ത സംഗതികൾ ആ സദനത്തിനുള്ളത് കൊണ്ട് 6ഉം 7ഉം എന്ന് ഞാൻ വിഭജിച്ചെന്നേ ഉള്ളൂ. ഇത്തരത്തിൽ 6ഉം 7ഉം ഒരേ അനുഭവത്തിൻ്റെ തന്നെ ഒരു പ്രാരംഭ പകുതിയും 2ാം പകുതിയും പോലെയാണ് അമത്രേസ്യ പറയുന്നത്. രണ്ടും ഒരുപോലെ ആണെങ്കിലും 7ലെത്തുമ്പോൾ മാത്രം അവസാനം മാത്രം വെളിപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇനിയും 6ലായതുകൊണ്ട് മാത്രം ആയില്ല. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് 7 എന്നൊരു സദനം വേറെ അമത്രേസ്യ പറയുന്നത്. കാരണം അവിടെ ദൈവവുമായിട്ട് സമ്പൂർണ്ണ ഐക്യമാണ്, ഇവിടെയും ദൈവവുമായുള്ള ഐക്യം തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ അറിയുന്നതിനേക്കാളും കാര്യങ്ങൾ അവിടെ അറിയുന്നുണ്ട്. അതുകൊണ്ട് 2 സദനമാക്കിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഈ 2 ഘട്ടത്തിലെയും പല അനുഭവങ്ങളും പല വിശദീകരണങ്ങളും എനിക്ക് വിവരിക്കാൻ പറ്റിയത് അമത്രേസ്യ പറയുകയാണ്. 5ാം ഖണ്ഡിക. ആത്മാവിൻ്റെ ഈ പ്രലംബന അവസ്ഥയിൽ, സസ്പെൻഷൻ, സകല അന്തശക്തികളും അന്തരേന്ദ്രിയങ്ങളും എല്ലാം സ്തംഭിച്ച് ഒന്ന് തിരിയാൻ മേലാത്ത പോലെ ആയി ദൈവം ഏറ്റെടുക്കുന്ന അവസ്ഥയിൽ സ്വർഗീയ കാര്യങ്ങളും
ഭാവന ദർശനങ്ങളും പോലുള്ള ചില രഹസ്യങ്ങൾ അവൾക്ക് വെളിപ്പെടുത്തുവാൻ കർത്താവ് തിരുമനസ്സാകുമ്പോൾ പിന്നീട് അവ വിവരിക്കാൻ അവൾക്ക് സാധിക്കും. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വെളിപ്പെട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഭാവന ദർശനങ്ങൾ, ഇമാജിനറി വിഷൻസ്, അങ്ങനെ വിഷൻസിനെ കുറിച്ച് പറയുകയാണ്. ഇമാജിനറി വിഷൻസ്, ദർശനങ്ങൾ, ഭാവന ദർശനങ്ങൾ, അതിലൂടെ ദൈവം ചില കാര്യം വെളിപ്പെടുത്തും. അത് അന്നേരം തിരിയുന്നില്ല, പിന്നീട് അതേപ്പറ്റി വിവരിക്കാൻ അവൾക്ക് സാധിക്കും. ഒരിക്കലും മറന്നു പോകാത്ത വണ്ണം അവ ഓർമ്മയിൽ പതിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ ആ ദർശനങ്ങൾ ബൗദ്ധികമാണെങ്കിൽ, ഇൻ്റലക്ച്വൽ വിഷൻസ് ആണെങ്കിൽ അവ വിവരിക്കുക സാധ്യമല്ല. അത്ര വിശിഷ്ടമാണ് ഈ ഘട്ടത്തിലുണ്ടാകാവുന്ന ചില ദർശനങ്ങൾ. വിവരിക്കത്തക്ക വിധം അവ ഗ്രഹിക്കുവാൻ ഭൂവാസികൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഭാവന ദർശനങ്ങളാണെങ്കിൽ പിന്നെ കുറച്ച് വിവരിക്കാൻ പറ്റും. ഭൗതിക ദർശനങ്ങൾ വഴിയാണ് കിട്ടുന്ന ചെറിയ കാര്യം കിട്ടുന്നതെങ്കിൽ വിവരിക്കാൻ പറ്റുകയല്ല. അതിനതീതമാണ് ഈ കാര്യം എന്ന് പറയുകയാണ്. വീണ്ടും പ്രജ്ഞയുണ്ടാകുമ്പോൾ എങ്ങനെയുള്ള ഭൗതിക ദർശനങ്ങളെ വിവരിക്കാൻ മിക്കപ്പോഴും അവർക്ക് സാധിച്ചേക്കും. ഇവിടെ തിരിച്ചും മറിച്ചും മദ്രസയിൽ പറയുന്നത് തോന്നുകയാണ്, ഭൗതിക ദർശനങ്ങളെ വിവരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. പിന്നീട് പക്ഷെ ഇവിടെ പറയണം, വീണ്ടും പ്രജ്ഞയുണ്ടാകുമ്പോൾ ഭൗതിക ദർശനങ്ങളെ വിവരിക്കാൻ മിക്കപ്പോഴും സാധിച്ചേക്കും എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ ചെക്ക് ചെയ്യാൻ പോയില്ല, കാരണം ഇത് ഒത്തിരി കടന്ന ഒരു സ്റ്റേജിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നമുക്ക് അവിടെ വരുമ്പോൾ അതിൻ്റെ വ്യക്തത തമ്പുരാൻ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദർശനം, വിശിഷ്യ ഭൗതിക ദർശനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ചിലർക്ക് ദുർഗ്രഹമായിരിക്കാം. യഥാസമയം ഞാനത് മനസ്സിലാക്കി തരാം. അതിന് അധികാര സ്ഥാനത്ത് എനിക്ക് ആജ്ഞ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിശദീകരണം അനാവശ്യമെന്ന് തോന്നാമെങ്കിലും അതുകൊണ്ട് പ്രയോജനമുള്ളവർ കാണാതിരിക്കുകയില്ല. അപ്പം അതിൻ്റെ വ്യത്യാസം എന്താണ്, ഇത് എന്താണ് ഭൗതിക ദർശനം എന്നൊക്കെ ഇനി വിവരിക്കാം. അതെല്ലാവർക്കും ഉപകാരപ്പെടുകയല്ല, പക്ഷേ അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഈ വിവരണം ഉപകാരപ്പെടും. എന്നോട് ഈ പുസ്തകം എഴുതാൻ പറഞ്ഞ അധികാരികൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനത്തെ കാര്യം തുറന്ന് എഴുതണമെന്നുള്ളത്. ഞാൻ എഴുതാം. നമുക്ക് പറയുകയാണ്. 6-ാം ഖണ്ഡിക. നമ്മുടെ കർത്താവ് ഈ ഘട്ടത്തിൽ നൽകുന്ന അത്യുന്നതമായ അനുഗ്രഹങ്ങൾ ആത്മാവ് പിന്നീട് ഓർമ്മിക്കുകയില്ലെങ്കിൽ അവ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. വേറൊരു ചോദ്യം പൊങ്ങി വരാവുന്നത് അമ്മ ത്രേസ്യ മനസ്സിൽ കണ്ടിട്ട് ഉത്തരം കൊടുക്കാൻ നോക്കുകയാണ്. ആത്മാവിന് ഓർമ്മിക്കാൻ പറ്റാത്ത പോലെയുള്ള അനുഭവങ്ങളാണ് കിട്ടുന്നത്, കാര്യങ്ങളാണ് ഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ അതുകൊണ്ടെന്താ ഉപകാരം എന്ന് ചോദ്യം ഒരു ന്യായമാണല്ലോ. പുത്രിമാരെ, അതിശയോക്തി അസാധ്യമായ വിധം അത്രമാത്രം അവ പ്രയോജനകരമാണ്. ഇത് ഒരുപാട് പ്രയോജനകരമാണ് നമ്മൾ മദ്രസ പറയുന്നതിൽ അനുഭവം കിട്ടുന്നത്. അത് ഓർമ്മിക്കാൻ പറ്റുമോ വിവരിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല, അല്ലാതെ തന്നെ ആത്മാവിന് ഒരുപാട് ഉപകാരം ഉണ്ടാകുന്നുണ്ട്. ആ ഉപകാരം എത്ര വിവരിച്ചാലും അധികമാവുകയല്ലാത്ത പോലെയുള്ള വലിയ അനുഗ്രഹമാണ് നമ്മൾ മദ്രസ പറയുകയാണ്. അതിശയോക്തി അസാധ്യമാം വിധം അത്രമാത്രം പ്രയോജനകരമാണ്. അവർണ്യമാണെങ്കിലും ആത്മാവിൻ്റെ അഗാധ തലത്ത് മുദ്രിതമായി കഴിഞ്ഞിരിക്കുകയാൽ അവ വിസ്മരിക്കുക സാധ്യമല്ല. ആത്മാവിൻ്റെ ഏറ്റവും അഗാധ തലത്തിൽ ദൈവത്തിൻ്റെ ദർശന സ്പർശന വെളിപ്പെടുത്തൽ അനുഭവം മുദ്രിതമാണ്. അതിന് വിസ്മരിക്കാൻ പറ്റുകയില്ല. നമ്മൾ നേരത്തെ അവകാശം പറയുകയുണ്ടായി, മെഴുകിൽ ഒരു മുദ്ര പതിക്കുന്ന പോലെയാണ്. മെഴുകിനെ അല്പം ചൂടാക്കി ഇളതാക്കിയിട്ട് ഒരു മുദ്ര അതിന്മേൽ അമർത്തുന്നു. അല്ലെങ്കിൽ മുദ്രയ്ക്ക് ഉപയോഗിക്കുന്ന ഇരുമ്പ് കൊണ്ടുള്ള ആ ഒരു മുദ്ര അത് ചൂട് പിടിപ്പിച്ചിട്ട് മെഴുകിലേക്ക് അമർത്തുന്നു. മെഴുക് അവിടെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ മെഴുകിലേക്ക് അത് ഈ ചൂട് പിടിച്ച ആ ലോഹം അതിൻ്റെ മുദ്രകളോട് കൂടെ ചൂടോടെ അങ്ങ് മെഴുകിനെ ഉരുക്കിക്കൊണ്ട് മെഴുകിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അതിൽ തൻ്റെ മുദ്രയിലുള്ള അടയാളങ്ങൾ പതിപ്പിച്ചിട്ട് മുദ്ര മാറും. ഈ ഉദാഹരണം നേരത്തെ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞവർ നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ഇങ്ങനെ ഒരു ഇംപ്രഷൻ, ദർശനം വഴിയായിട്ടുള്ള ഒരു പതിക്കൽ സംഭവിക്കുകയാണ്. അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ വിവരിക്കാനായിട്ട് തിരിയുന്നില്ല, പക്ഷെ അത് മാഞ്ഞു പോവുകയല്ല, അതവിടെ ഉണ്ട്. മെഴുകിന് തിരിയുന്നില്ലായിരിക്കാം ഈ മുദ്രയിലുള്ള അടയാളങ്ങളും എഴുത്തുകളും ഒക്കെ, പക്ഷെ അത് മെഴുകിലേക്ക് പതിഞ്ഞ് അവിടെ ഭാഗമായിട്ട് ഇംപ്രിന്റ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞാലായിരിക്കും ഒരുപക്ഷെ മദ്രസ ഉദ്ദേശിക്കുന്നത്, സംഭവിക്കുന്നത്. വീണ്ടും നിങ്ങൾ ചോദിച്ചേക്കാം, ആത്മാവിൽ അവിടെ അടയാളമൊന്നും ഇല്ലെങ്കിൽ, അന്ധശക്തികൾക്ക് അവയുടെ ബോധമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഓർമ്മിക്കുക എന്ന്. അതെങ്ങനെയെന്ന് എനിക്കും അറിവില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ദൈവമഹത്വത്തെ സംബന്ധിച്ച് ചില സത്യങ്ങൾ ആത്മാവിൽ ആഴമായി പതിഞ്ഞ് കിടക്കും. അവർക്ക് വിശ്വാസമില്ലെങ്കിൽ തന്നെയും പതിഞ്ഞ് കിടക്കും. അപ്പം ദൈവമഹത്വത്തെ സംബന്ധിച്ച ചില സത്യങ്ങൾ ആത്മാവിൽ ആഴമായി പതിഞ്ഞ് കിടക്കും. ഇപ്പം മെഴുകിൽ ഒരു മുദ്ര പതിച്ചാൽ അത് പതിഞ്ഞ് കിടക്കും അവിടെ.
അത് അറിഞ്ഞാലും ഇല്ലെങ്കിലും എന്ന പോലെ. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ തന്നെയും, വിശ്വാസത്തെ പറ്റി പറയും മദ്രസ പറയാണ്, ദൈവം ആരെന്നും അവിടെ ദൈവമാണെന്നും വിശ്വസിക്കാൻ കടമയുണ്ടെന്നും പഠിപ്പിക്കുന്ന വിശ്വാസമാണല്ലോ. ആ വിശ്വാസം തന്നെ നമുക്കിവിടെ വരുന്നില്ല എങ്കിൽ പോലും ആത്മാവിലെ അനുഭവം പതിഞ്ഞു കിടക്കും. ആ നിമിഷം മുതൽ അവൾ അങ്ങേ ദൈവമായി ആരാധിച്ചു തുടങ്ങും. അപ്പം ഇത് വിശ്വാസം കൊണ്ട് അറിയുന്നതിനപ്പുറം ഒരു ആരാധനയുടെ അടുപ്പവും ബോധ്യവും ദൈവത്തെക്കുറിച്ച് അതുവഴി അവർക്ക് ഉണ്ടാകുമെന്ന് മദ്രസ പറയുകയാണ്. തുടർന്ന് ഉദാഹരണം പറയുന്നത് കുറച്ച് കാര്യം വ്യക്തമാക്കും. യാക്കോബിന് ഗോവണിയുടെ ദർശനമുണ്ടായപ്പോൾ, ഉൽപ്പത്തി 28-12 അയാൾ അങ്ങനെയാണല്ലോ ചെയ്തത്. വിവരണാതീതമായ വേറെ രഹസ്യങ്ങളും അയാൾ ആ സന്ദർഭത്തിൽ ഗ്രഹിച്ചിരിക്കണം. കൂടുതൽ ആന്തരികമായ പ്രകാശം സിദ്ധിച്ചില്ലായിരുന്നെങ്കിൽ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഗോവണി കണ്ടതുകൊണ്ട് മാത്രം അത്രയേറെ മഹോന്നതമായ രഹസ്യങ്ങൾ അയാൾ ഗ്രഹിക്കുകയില്ലായിരുന്നു. നല്ല ഒരു ന്യായമാണ്. എന്നുവെച്ചാൽ യാക്കോബ് ബഥേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് രാത്രിയിൽ ഇങ്ങനെ കല്ല് തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങിയപ്പോൾ സ്വപ്നം കണ്ടു. ഒരു ഗോവണി ആകാശത്തോളം എത്തുന്നു, മാലാഖമാർ കയറുന്നു, ഇറങ്ങി വരുന്നു. ഇത്രേ കണ്ടുള്ളൂ. പക്ഷേ യാക്കോബിന് അതുവഴിയായിട്ട് കിട്ടിയ ബോധ്യം എന്താണ്? ദൈവത്തിൻ്റെ ഭവനമാണ്. അങ്ങനെ ബോധ്യം കിട്ടിയത് ഒരു ഗോവണി മാലാഖമാരെ കയറുകയും ചെയ്ത് കണ്ടിച്ചിട്ട് ഉറക്കം തെളിഞ്ഞ് ചെയ്യുമ്പോൾ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് തിരിച്ചിട്ട് പോകണ്ടല്ലേ, അത്ര വല്ല സാധിക്കുകയുള്ളൂ, വേറെ ഗ്രഹിക്കുന്നില്ലെങ്കിൽ. അപ്പോൾ ആ ഒരു സ്വപ്നം, ആ ദർശനം അത് കണ്ടപ്പോൾ ഒത്തിരിയേറെ ആത്മീയ രഹസ്യങ്ങൾ യാക്കോബിന് വെളിപ്പെട്ട് കിട്ടി. അതുകൊണ്ടാണ് അദ്ദേഹം എണീറ്റ് കഴിഞ്ഞ ഉടനെ ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തരക്കി വെച്ച കല്ലെടുത്ത് നാട്ടി നിർത്തിയിട്ട് അവിടെ ഒരു ബലിപീഠം പോലെ ഇങ്ങനെ വെക്കുകയൊക്കെ ചെയ്ത് ബഥേൽ ദൈവത്തിൻ്റെ ഭവനം, ഏൽ ദൈവം, ബത്ത് വീട്, ദൈവത്തിൻ്റെ ഭവനം. എലിസബത്ത് എന്ന് പറയുന്നതിനകത്ത് ബത്ത്, ഏൽ എലിസബത്തിലെ ഏൽ ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ്. ബത്ത് എലിസബത്ത് എന്ന് പറയുന്നതിൻ്റെ ബത്ത് ഏൽ തിരിച്ചാണ് ബഥേൽ. രണ്ടിൻ്റെ അർത്ഥം ഒരുപോലെ തന്നെയാണ് വരുന്നത്. അത്ര ഒരു അവബോധം കിട്ടി യാക്കോബിന്. ഉപദേശം മനോഹരമായിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ദർശനം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ദർശനം കണ്ടിട്ട് പോകാൻ ഇടവരുള്ളൂ. പക്ഷെ അതല്ല, അപ്പുറം കാര്യങ്ങൾ ഗ്രഹിച്ചു എന്ന് പറഞ്ഞതുപോലെ ആത്മാവിന് ദൈവജനകാര്യം വെളിപ്പെടുത്തി വരുമ്പോൾ അത് കാണുന്നതോ കേൾക്കുന്നതോ ഇത്ര ഉള്ളെങ്കിലും അതിനേക്കാൾ വളരെയധികം കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ട്. അതാണ് മദ്രസയുടെ പറയുന്നത്. 7-ാം ഖണ്ഡിക. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ഞാൻ കേട്ടിട്ടുള്ള ആ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മിപ്പിച്ചുകൊണ്ടോ എന്ന് ശങ്കിക്കുന്നു. മുൾപ്പടർപ്പിൽ കണ്ടതെല്ലാം വിവരിക്കാൻ മോശയ്ക്ക് സാധിച്ചില്ലല്ലോ. പുറപ്പാട് 3-2 വേറൊരു സംഭവം, പഴയ സംഭവം മദ്രസ ഓർമ്മിക്കുകയാണ് ഇവിടെ ഇതേ രീതിയിൽ. മുൾപ്പടർപ്പിൽ കണ്ടതെല്ലാം വിവരിക്കാൻ മോശയ്ക്ക് സാധിച്ചില്ലല്ലോ. അറിയിക്കണമെന്ന് ദൈവം തിരുമനസ്സായത് മാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ. എങ്കിലും അവിടെ കണ്ടത് ദൈവത്തെയാണെന്ന് അറിയുകയും വിശ്വസിക്കുകയും ചെയ്യാൻ വേണ്ടി അജ്ഞേയ രഹസ്യങ്ങളുടെ യാഥാർത്ഥ്യം അവിടുന്ന് സുനിശ്ചിതം വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ വിഷമമേറിയ അത്രയധികം അധ്വാനം അയാൾ ഏറ്റെടുക്കുകയില്ലായിരുന്നു. അത്യഗാധ രഹസ്യങ്ങൾ മുൾപ്പടർപ്പിൽ നിന്ന് അയാൾ ഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. അവയിൽ നിന്നാണ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി നിർവഹിക്കേണ്ടിരുന്നതിനെല്ലാം അയാൾക്ക് പ്രചോദനം സിദ്ധിച്ചത്. ഇപ്പം മോശ കണ്ടതൊരു കത്തിയിരുന്ന മുൾപ്പടർപ്പാണ്. ദൈവം സംസാരിക്കുന്നതും കേട്ടു. അപ്പം അതിനപ്പുറം വളരെയധികം കാര്യങ്ങൾ മോശയ്ക്ക് ബോധ്യപ്പെട്ട് കിട്ടി. ദൈവത്തെക്കുറിച്ച് ദൈവമുണ്ട്, ദൈവം സജീവനാണ്, അയാം ഹുവാം, ആയിരിക്കുന്നവൻ ഞാനാണ്, അങ്ങനെ ബോധ്യം ഉറപ്പുമെല്ലാം മോശയ്ക്ക് കിട്ടി. അപ്പോൾ അത് ഒരു കണ്ട കാഴ്ചയുടെ ഒരു ദർശനം മാത്രമല്ല, അതിനപ്പുറം കുറേ ബോധ്യങ്ങൾ കിട്ടി. അത്ര ആഴപ്പെട്ട ബോധ്യങ്ങൾ കിട്ടിയത് കൊണ്ടാണ് പിന്നീട് അനേക വർഷങ്ങൾ, 40 വർഷം മോശ ആ ദൈവത്തിന് വേണ്ടിയിട്ട് ജനത്തെയും കൂട്ടിക്കൊണ്ട് ഫറവോട് മല്ല് പിടിച്ച് ജനത്തെ അവിടെ നിറക്കി, ജനത്തിൻ്റെ മല്ലും എതിർപ്പും പിറുപിറുപ്പും എല്ലാം അവഗണിച്ച ആ ജനത്തെയും കൊണ്ട് ഇങ്ങനെ മരുഭൂമിയിലൂടെ 40 വർഷം യാത്ര ചെയ്തത്. അത്രയും വലിയൊരു അധ്വാനം ഏറ്റെടുക്കാനായിട്ട് മോശയ്ക്ക് സാധിച്ചു, മടുക്കാതെ ഇട്ടിട്ട് പോകാതെ. അപ്പോൾ അതിനെല്ലാം അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് മുൾപ്പടർപ്പിൽ കണ്ട അനുഭവമാണ്. അപ്പോൾ ആ അനുഭവത്തിലൂടെ അദ്ദേഹം അതുപോലെ ആഴപ്പെട്ട, മറക്കാൻ പറ്റാത്ത, മായ്ക്കാൻ പറ്റാത്ത, അവഗണിക്കാൻ പറ്റാത്ത ദൈവ അനുഭവം, ദൈവത്തെക്കുറിച്ചൊരു ബോധ്യം മോശയ്ക്ക് കിട്ടിയല്ലോ എന്നാണ് മദ്രസ പറയുന്നത്. അപ്പോൾ യാക്കോബിൻ്റെ ഗോപണി കണ്ടതും മോശ മുൾപ്പടർപ്പ് കണ്ടത് ഇത്രയേ ഉള്ളെങ്കിലും അതുവഴി അവർക്ക് കിട്ടിയത് ഒത്തിരിയാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തമ്പുരാൻ ഇവിടെ ചില ബൗദ്ധിക ദർശനങ്ങൾ, ഭാവന ദർശനങ്ങൾ അനുവദിക്കുന്നു. അതുവഴി ഒരുപാട് കാര്യങ്ങൾ ആത്മാവിൽ പതിഞ്ഞ് തെളിഞ്ഞ്
എന്നേക്കും നിലനിൽക്കുന്നതായിട്ട് മാറ്റമില്ലാതെ കിട്ടുന്നു നമ്മൾ സമർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങൾ നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.